ഇന്നത്തെ വീഡിയോയിൽ ഒരു പെർഫെക്റ്റ് എഗ് ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെയായിരുന്നു പ്ലാൻ കേട്ടോ. പക്ഷേ അവസാനം എന്തായെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ചെറിയൊരു അപകടം പറ്റി. ഐ എം സീന, വെൽക്കം ടു മൈ ചാനൽ. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമെന്ന് നോക്കാം. മുട്ട ഒരു 4 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത്, പിന്നെ ഷാൽസ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു 10 അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി മാത്രമായി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ചെറിയ ഉള്ളി കാണുന്നല്ലോ എപ്പോഴും സ്വാദും കൂടുതൽ. തേങ്ങ ചിരകിയത് 2-3 ടേബിൾ സ്പൂൺ, അത് ഓപ്ഷനിലാണ്. ബട്ടർ 2 ടേബിൾ സ്പൂൺ, ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പാല് 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 4 പിഞ്ചസ്, പച്ചമുളക് 1 എടുത്തോളൂ. മഞ്ഞൾപ്പൊടി ഒരു 2 പിഞ്ചസ് മാത്രമേ മതി, കൂടുതൽ ഒരു കളറിന് വേണ്ടി മാത്രമാണ് അത് ഇടുന്നത്. കറിവേപ്പില വേണം, എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു. കുറച്ച് മല്ലിയില, അത് കാരണം മല്ലിയിലയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. 4 മുട്ട ഇവിടെ എടുക്കുന്നുണ്ട്, അത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് മുട്ട നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ മുട്ട ഉപയോഗിക്കാവുള്ളൂ. ആദ്യം മുട്ട നല്ലതുപോലെ അടിച്ച് പതപ്പിക്കണം. നിങ്ങൾ മുട്ട അടിച്ച് പതപ്പിക്കുമ്പോൾ എത്രത്തോളം കൂടുതൽ പതപ്പിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ എഗ് ഓംലെറ്റ് ഫ്ലഫിയായി വരും. നിങ്ങൾ ഒരു ഇലക്ട്രിക് ബീറ്റർ ഇട്ടാണ് മുട്ട പതപ്പിച്ചെടുക്കുന്നതെങ്കിൽ അന്നേരം കൂടുതൽ പതഞ്ഞ് വരും. എത്രത്തോളം പതയുന്നോ അത്രത്തോളം ഫ്ലഫിയായിട്ടും ഓംലെറ്റ് വരും. നല്ല റിസൾട്ട് തന്നെ വരും. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമായൊരു ഹോട്ടൽ സ്റ്റൈൽ എഗ് ഓംലെറ്റാണ് ഇപ്പം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ ഒരു ഓംലെറ്റ് അല്ല കേട്ടോ. ഒരു നമ്മളുടെ നാട്ടിലെ ഒരു ടച്ചും പിന്നെ ഫോറിൻ കൺട്രീസിലുള്ള ഓംലെറ്റ് അവരൊക്കെ ഉണ്ടാക്കുന്ന ടച്ചും കൂടെ മിക്സ് ചെയ്ത ഒരു കോംബോ ആയിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഓംലെറ്റ് കിട്ടാനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുള്ളൂ കേട്ടോ. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് എന്നോട് കൂട്ടുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് ഉപ്പ് ചേർത്തു, പിന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് കണ്ട കാപ്പിപ്പൊടിയുടെ ഒരു കളറില്ലേ, പക്ഷേ അതെന്താണെന്നറിയാം, ഫ്രഷ് കുരുമുളക് അല്ല. അത് ഞാൻ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുത്ത് കുപ്പിയിലാക്കി വെച്ചിരുന്നതാണ്. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, മറ്റ് ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനതാണ് ചേർത്ത് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കാവുന്നതാണ്, അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് വേണമെന്നില്ല, കുരുമുളകാണല്ലോ എപ്പോഴും ഓംലെറ്റിന് മുമ്പിൽ. നമ്മൾ എപ്പോഴും കുരുമുളകും ഉപ്പും ആണ് ഓംലെറ്റിൻ്റെ കൂടെ സാധാരണ ചേർക്കുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് ഉപ്പുമാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. പാല് കൂടി പോകണ്ട, കുറഞ്ഞും പോകണ്ട. ഒരു സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ചേർത്ത് എഗ് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ അതെപ്പോഴും സോഫ്റ്റും ഫ്ലഫി ആകും. പാലില്ലാത്തപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർക്കാം. 1-2 സ്പൂൺ വെള്ളം ചേർത്തും ഉണ്ടാക്കാം. അന്നേരം വെള്ളം ചേർത്താലും സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കേട്ടോ, അങ്ങനെയാലും ഒരു പച്ച കുത്തലുണ്ടാവും മഞ്ഞൾപ്പൊടിയുടെ. നിങ്ങൾക്ക് മുട്ട ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു പ്ലേറ്റിലിട്ടിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് അത് നല്ലതായിട്ട് തിരുമ്മി ആ തേങ്ങയുടെയും ഉള്ളിയുടെയും എല്ലാ ജ്യൂസും പുറത്തു വന്നതിന് ശേഷം ഈ കൂട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ചേർത്ത് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ ഓംലെറ്റിന് കുറച്ചുകൂടി സ്വാദ് കൂടുതൽ കിട്ടും. ഇത് അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ചെയ്തില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ആ പരിപാടി അങ്ങ് മാറ്റിവെച്ചു. സാധാരണ എൻ്റെ മമ്മിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ഒരുവിധം നല്ല ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ ചേർത്തതിനകത്തോട്ട് മുട്ട കൂട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ്. യൂണിഫോമായിട്ട് ഒഴിക്കണേ, എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഒഴിച്ച് എല്ലാ സൈഡിലേക്കും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലായിടത്തും യൂണിഫോമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നോക്കണേ.
കാരണം അവസാനം ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ടിപ്സ് ആൻഡ് ട്രിക്സാണ് ശരിക്കും ഈ ഓംലെറ്റിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ലോയിലേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡ് അങ്ങ് നല്ലതുപോലെ അങ്ങ് മൂത്ത് പോകും. ഒരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയി പോകും. ഇപ്പോൾ നമുക്കിത് ഒന്ന് മൂടി കൊടുക്കണം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. തിരിച്ചിടുന്നതാണ് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടി. കാരണം അതെപ്പോഴാണ് പൊട്ടിപ്പോകുന്നതെന്ന് അറിയത്തില്ല. എനിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. തുടക്കത്തിൽ നല്ല സുഖമായിട്ട് നല്ല റൗണ്ടിൽ ഒക്കെ പൊട്ടാത്ത കിട്ടണമെന്നുള്ള പരിപാടിയൊക്കെ വെച്ചാൽ തുടങ്ങിയത്. പക്ഷെ നടന്നില്ല. എനിക്ക് കരിയാപ്പില ഇല്ലായിരുന്നു കേട്ടോ. കരിയാപ്പില നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട കൂട്ട് റെഡിയാക്കത്തില്ല, അതിൻ്റെ കൂടെ ചെറുതായിട്ട് പിച്ചി ഇട്ടിട്ടുണ്ടാക്കിയാൽ മതി. ഞാൻ അത് കാരണമാണ് പിന്നെ മല്ലിയില എടുത്ത് പിച്ചിട്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അതേ കാരണം അതിനകത്ത് ലിക്വിഡ് കാണാമല്ലോ, അപ്പോൾ അത് കാരണം ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്കൊന്നും കൂടി കുക്ക് ചെയ്യാം. അത് കഴിച്ചിട്ട് തിരിച്ച് ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ എടുക്കാം. പിന്നെ തിരിച്ചിട്ടതിന് ശേഷം പാനിലുള്ള ചൂടിൽ കുക്കായാലും മതി. ഞാനിവിടെ തിരിച്ചിടുമ്പോൾ ഒരുപാട് ഒരു പിന്നെ സ്പാറ്റുലയും അതുപോലെ തന്നെ ഒരു സ്പൂണും വെച്ചാണ് ഇട്ടത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വീതിയുള്ള സ്പൂൺസ്, സ്പാറ്റുല, അത് 2 എടുത്താൽ വലിയ റിസ്ക് ഇല്ലാതെ എനിക്ക് പറ്റിയ അബദ്ധം ആ ചെറിയ സ്പൂൺ എടുത്തുകൊണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും പൊട്ടിയൊരു സൈഡാണ് പൊട്ടിയത്. കുഴപ്പമില്ല, നന്നായി കുക്കായതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്രയും വരത്തില്ലായിരിക്കും. കാരണം ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ 5 മിനിറ്റിൽ പെർഫെക്റ്റ് എഗ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ മാത്രമേ എഗ് ഓംലെറ്റ് ഉണ്ടാക്കത്തുള്ളൂ. ഈ ഒരു രീതി മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾ തുടരത്തുള്ളൂ. കല്യാണം കഴിഞ്ഞവർക്കും ഹോസ്റ്റലേഴ്സിനും കോളേജിലെ കിഡ്സിനും ബാച്ചലേഴ്സിനും സ്പിൻസേഴ്സിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു എഗ് ഓംലെറ്റ് റെസിപ്പിയാണിത്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണേ. അതുപോലെ മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്, ഒരു കുത്തുണ്ടാകും. കറിവേപ്പില ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. സീന സൈനിങ് ഓഫ്. Thanks for watching. See you in the next video. Bye bye.